ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ. ഇവിടെ കണ്ടോ നിറച്ച് പാറയാ. പിന്നെ കരടി കറങ്ങണുണ്ടോ ഇവിടെ. പിന്നെ നമ്മുടെ ചെറിയ കാടുകളും, ആ കാടിൻ്റെ അവിടെയൊക്കെ ഏലത്തോട്ടമാണ് കേട്ടോ. ഏലക്ക വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് മൊബൈൽ അത്ര ക്ലിയർ അല്ല. അതിങ്ങനെ അവിടെ നമുക്കൊരു ചെക്ക് ഡാമുണ്ട്. അപ്പോൾ അതിലത്തെ വെള്ളമാണ് നമ്മൾ കുടിക്കാനൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ചെക്ക് ഡാമിൽ വെള്ളം ഒരുവിധം സ്ഥലങ്ങളിലെല്ലാം വെള്ളം ഇവിടെ വറ്റി തുടങ്ങി. അപ്പോൾ നമ്മുടെ ചെക്ക് ഡാമിൽ നമ്മുടെ മാത്രമല്ല, ഇത് ഈ ഒരു ഭാഗത്തെ എല്ലാവരും കൃഷിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് കുളിക്കാനും തുണികൾ കഴുകാനും ഒക്കെ ഉപയോഗിക്കുന്നത് ആൾക്കാർ ഈ ഒരു ചെക്ക് ഡാമിനെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത്. ഇപ്പോൾ പിന്നെ നമുക്ക് അവിടെ ഒരു കുളത്തിൽ നിന്ന് ഓസ് ഇട്ടിട്ട് ആ കുളത്തിൽ നിന്ന് വലിയ മോട്ടർ വെച്ച് അടിച്ച് ഒരു ടാങ്കിലേക്ക് അടിച്ചിട്ട് പിന്നെ അതിൽ നിന്ന് എല്ലാവരും ഇങ്ങനെ ചെറിയ ചെറിയ ഓസ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വെള്ളം കിട്ടും. അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ഈ ചെക്ക് ഡാമിൽ വെള്ളം എന്തോറുണ്ടെന്ന് നോക്കാനാണ് ഇപ്പോൾ പോണത്. ചെക്ക് ഡാമിൽ വെള്ളം തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൈസ കൊടുത്ത് വെള്ളം വാങ്ങിക്കണം. ചെക്ക് ഡാമിലെ വെള്ളം ഒരുവിധമൊക്കെ തീർന്നു തുടങ്ങിയിട്ടുണ്ട്. വെള്ളം വാങ്ങിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് അങ്ങനെ എന്താ പറയുക, ലാവിഷായിട്ടൊന്നും അല്ലെങ്കിൽ ലാവിഷല്ല ഇവിടെ ആരും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും നല്ല പോലെ അറിയാം. ഇതിപ്പോൾ ഫെബ്രുവരി കഴിയാറായിട്ടല്ലേ ഉള്ളൂ. ചെക്ക് ഡാമിലെ വെള്ളവും തീരാറായിരിക്കണം. നമുക്ക് വെള്ളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് ആ പാറ കണ്ടോ, ആ പാറയുടെ അവിടെ നിന്ന് നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു 2 ആഴ്ചയായിട്ടുള്ളൂ. കണ്ട ഒരു ലൈൻ കണ്ടോ, അത്രയും വരെ ഇങ്ങനെ അവിടെ ഒരു ബണ്ട് പോലെ കെട്ടിയിട്ടുണ്ട്. കാണിച്ചാട്ടോ, അവിടെ നിന്ന് കാണാൻ പറ്റുക. അവിടെ അത് അപ്പുറത്തേക്ക് ഓവർഫ്ലോ ആണ് എപ്പോഴും പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു നല്ല വെയിലല്ലേ, അപ്പോൾ അതുകൊണ്ട് വേഗം വെള്ളം വറ്റിപ്പോവും. പിന്നെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ ഇതിലും വറ്റിപ്പോവും. വെള്ളം മൊത്തം പറയാം. വഴിക്കൂടെയൊക്കെ നടന്നു. ഇതിൽ മുള്ളം പന്നിയൊക്കെ പോട്ടാ. നമ്മുടെ ഇവിടെ കൂടുതലും മുള്ളം പന്നി, പിന്നെ നമുക്ക് സാധാ പന്നി ഉണ്ടല്ലോ, അതൊക്കെയാണ് പോവുക. ഒരു വഴി പോലെ കണ്ടോ, ഇങ്ങനെ കണ്ടോ, ഈ ഒരു വഴി അത് മുള്ളം പന്നി ചാലാക്കിയൊക്കെ കണ്ടോ നടന്ന് അവർ പോണ വഴി. അവർ ഓരോ വഴി ഇങ്ങനെ ഉണ്ടാക്കും. ഈ വഴി കണ്ടോ, മുള്ളം പന്നി പോയൊക്കെ എന്താണ്. ഒരു പ്രാവശ്യം നമ്മുടെ ഓസിൻ്റെ ഓസല്ല, നമ്മുടെ കേബിളൊക്കെ കടിച്ചു പൊടിച്ചിട്ട് കേട്ടോ. അവരെ കൊണ്ട് നമുക്ക് ശല്യവുമാണ്. കണ്ടോ, ഒരു കാണാൻ പറ്റുമോ എന്തോ, കണ്ടോ ഒരു ബണ്ട് കെട്ടി വെച്ചേക്കണുണ്ടോ, ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ അതിൽ നിന്ന് ഓവർഫ്ലോ ഉണ്ടാവാറുണ്ട്. പക്ഷേ കണ്ടോ, പക്ഷേ വെള്ളം കുറവായി. അതിൽ കുറച്ച് ദിവസം കൊണ്ട് വെള്ളം വറ്റും. അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ല. ഇനി നമ്മൾ വെള്ളം കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. പിന്നെ എന്താണ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടത്തെയൊക്കെ ബാക്കിലെ വീടിൻ്റെ ബാക്ക് ഭാഗത്തുള്ള വിശേഷങ്ങളൊക്കെ ഇങ്ങനെയാണ്. പക്ഷേ വെള്ളത്തിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്കെന്താ പറയുക, നല്ല ക്ലൈമറ്റാണ്. കാരണം നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ, അതായത് തൃശ്ശൂരെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടല്ലേ. പക്ഷെ ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ വലിയ ചൂടെന്ന് പറയാൻ പകുതി ചൂടുണ്ട്, പക്ഷെ നമുക്ക് വയർപ്പ് കുറവാണ്. പിന്നെ വൈകുന്നേരം ഈ ഒരു ടൈമൊക്കെ ഒരു 4 മണി 5 മണിയാകുമ്പോഴേക്കും തണുപ്പ് തുടങ്ങും, ചൂട് പോകും. അപ്പോൾ അങ്ങനെ ജീവിക്കാൻ സുഖമാണ്. പക്ഷെ വെള്ളം അത് നമുക്ക് ഇത്തിരി പണി തരും. അങ്ങനെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഓക്കെ, ബൈ.